ഒരാൾക്ക് ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഒരു ശീലത്തിനോടോ ഉണ്ടാകുന്ന അധിക ആശ്രയമാണ് അഡിക്ഷൻ. മദ്യം, പുകവലി, ചൂതാട്ടം, ഗെയിമിംഗ്, സോഷ്യൽ മീഡിയ, ഫോൺ, ഇതിനോടൊക്കെയാണ് അഡിക്ഷൻ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ആദ്യം ചെറിയ തോതിലാണ് തുടങ്ങുക, പിന്നീട് അത് എപ്പോഴോ നാം അറിയാതെ അത് അധികമായിക്കൊണ്ടിരിക്കും. പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിനെ പോലും നിയന്ത്രിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അഡിക്ഷൻ അവർക്ക് സന്തോഷമാണ് നൽകുന്നത്, അതുപോലെ ഒരു എന്റർടൈൻമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവര് ഇത് ദോഷമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവര് അത് വേണം, വീണ്ടും വീണ്ടും അത് ചെയ്യണം എന്ന് അവർക്കൊരു ത്വര ഉണ്ടാവും. ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാനിത് അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഡിക്റ്റഡ് ആണെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവര് തീരെ സമ്മതിച്ച് തരികയില്ല ഞാൻ ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യം. ഇത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങള്, പഠന വൈകല്യങ്ങള്, ജോലിയിൽ വീഴ്ച വരുത്തല്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, കൗൺസിലിംഗ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ വഴി നമുക്ക് അഡിക്ഷൻ ചികിത്സിക്കാവുന്നതാണ്. അഡിക്ഷൻ ഉള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അവർക്കൊരു സഹായം നൽകുക, അതുപോലെ തന്നെ നല്ല ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് അവരെ നയിക്കുക. അഡിക്ഷനിൽ നിന്നും മോചിതനാകാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് അതുണ്ടായിരിക്കുന്നു എന്ന് സമ്മതിക്കലാണ്.